അപ്പോൾ അടുത്ത് വരുന്നൊരു ടോപ്പിക്കാണ് യൂണിറ്റ് റിഡൻഡൻസിയും കോമ്പണൻറ്റ് റിഡൻഡൻസിയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി റിഡൻഡൻസി ഉപയോഗിക്കുന്നത് റിലയബിലിറ്റി കൂട്ടാനാണ്. ഒരു സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി നമ്മളെന്താ പാരലിൽ കണക്ട് ചെയ്ത് റിലയബിലിറ്റി കൂട്ടുന്നു. അപ്പോൾ യൂണിറ്റ് റിഡൻഡൻസിയിൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ട് സാധനം ഉണ്ടെന്ന് വെച്ചോ, എയും ബിയും ഉണ്ടെന്ന് വെച്ചോ. ചിലപ്പോൾ എ ചിലപ്പോൾ കംപ്രസർ ആയിരിക്കും, ബി ചിലപ്പം കൂളറായിരിക്കും. അപ്പോൾ നമുക്കെന്താ ആദ്യം കംപ്രസറിൽ പോയിട്ട് പിന്നെ കൂളറിൽ പോകും. ഇതൊരു മൊത്തം ഒരു സിസ്റ്റം. ഇവിടെയും കംപ്രസർ കൂളർ, ഇത് മൊത്തം ഒരു സിസ്റ്റം. അതായത് ഇങ്ങനെ ഒരു സിസ്റ്റം അടിച്ചു പോകണം. അതായത് ഇവിടെ കംപ്രസർ അടിച്ചു പോകണം, ഇവിടെ കൂളർ അടിച്ചു പോകണം. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം മൊത്തം വർക്ക് ചെയ്യില്ല, പകരം ഇങ്ങനെ വരും. അതാണ് യൂണിറ്റ് റിഡൻഡൻസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ്. അങ്ങനെയാണ് യൂണിറ്റ് റിഡൻഡൻസി വർക്ക് ചെയ്യുന്നത്. ഇവിടെ കമ്പോണൻറ്റ് റിഡൻഡൻസി ആണെങ്കിൽ നമുക്കൊരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ എന്താണ്, എക്ക് റിഡൻഡൻസി ആയിട്ട് എ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, ബിക്ക് റിഡൻഡൻസി ആയിട്ട് ബി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കംപ്രസർ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ കംപ്രസറിൽ കൂടെ പോവാം, എന്നിട്ട് കൂളർ ഏത് വേണമെങ്കിലും പോവാം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും. റിലയബിലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബെറ്റർ കോമ്പണൻറ്റ് റിഡൻഡൻസിയാണ്. കാരണം ഇവിടെ എ അടിച്ചു പോകണമെങ്കിൽ പിന്നെ ഇങ്ങനെ പോകാൻ മാത്രമേ ഒരു വഴിയുള്ളൂ. പക്ഷേ ഇവിടെയാണ് എ അടിച്ചു പോകുന്നതെങ്കിൽ ഇതിന് ഇങ്ങനെ പോകാൻ ഒരു വഴിയുണ്ട്, ഇങ്ങനെ പോകാനും ഒരു വഴിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇവിടെ എ അടിച്ച് പോവുകയാണെങ്കിൽ ഇവിടുത്തെ എയും ബിയും വർക്ക് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ സിസ്റ്റം ഫെയിലാവും. പക്ഷെ മറിച്ച് ഇവിടുത്തെ എ ആണ് അടിച്ച് പോകുന്നതെങ്കിൽ ഇത് വർക്ക് ചെയ്യണം, പക്ഷേ ഇതിലേതെങ്കിലും ഒരെണ്ണം വർക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഇവിടെ ആ എക്സ്ട്രാ ഫ്ലെക്സിബിലിറ്റി ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒറ്റനോട്ടത്തെ മനസ്സിലാവും യൂണിറ്റ് റിഡൻഡൻസിയേക്കാളും കോമ്പണൻറ്റ് റിഡൻഡൻസിയാണ് റിലയബിലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബെറ്റർ. അത് നമ്മൾ മാത്തമെറ്റിക്കലി എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ നോക്കുക, ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കാം. എല്ലാത്തിൻ്റെയും റിലയബിലിറ്റി എത്ര? പി ആണെന്ന് വിചാരിച്ചോ. എയുടെയും ബിയുടെയും എല്ലാത്തിൻ്റെയും റിലയബിലിറ്റി പി ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇത് രണ്ടും സീരീസാണ്. ഇത് രണ്ടും സീരീസ് ആകുമ്പോൾ ഇതിൻ്റെ റിലയബിലിറ്റി എത്ര? പി സ്ക്വയർ. ഇതിൻ്റെ റിലയബിലിറ്റിയും പി സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും പാരലൽ അല്ലേ? പാരലാകുമ്പോൾ എങ്ങനെ, ഇതിൻ്റെ R1 + R2 - R1 R2 അല്ലേ പാരലുണ്ട്. അപ്പോൾ പി സ്ക്വയർ പ്ലസ് ഇതിൻ്റെ പി സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ, അതാണ് ഇതിൻ്റെ റിലയബിലിറ്റി വരുന്നത്. അതായത് 2p² - p⁴ എന്ന് വരും. ഇതെങ്ങനെയാണ് വന്നത്? ഇത് R1 ആണെന്ന് വെച്ചാൽ R1 = P, R2 = P. ഇവിടെ R1 = P, R2 = P. ഇവിടെ നമുക്ക് എത്ര? മൊത്തം സാധനത്തിൻ്റെ p² കിട്ടി. ഇവിടെ മൊത്തം സാധനത്തിൻ്റെ p² കിട്ടി. ഇത് രണ്ടും പാരലായതുകൊണ്ട് p² + p² മൈനസ് p² × p². അങ്ങനെയാണ് ഈ 2p² - p⁴ കിട്ടുക. മറിച്ച് ഇങ്ങോട്ട് വന്നാലോ ഇവിടെയും p, ഇവിടെയും p, ഇവിടെയും p, ഇവിടെയും p. ഇവിടെ രണ്ടിടത്തും ആദ്യം പാരലാണ്. അപ്പോൾ ഇവിടെ പാരലിൽ വരുമ്പോൾ ഇതിൻ്റെ ഈക്വലൻ്റ് റിലയബിലിറ്റി എത്രയായിരിക്കും? p + p മൈനസ് p × p. അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ p + p മൈനസ് p × p ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഇതിൻ്റെ അത് കിട്ടി. ഇതും സീരീസിലാണ്. അപ്പോൾ ഇതിൻ്റെതും ഐഡൻറ്റിക്കൽ ആയിരിക്കും. p + p മൈനസ് p × p ആയിരിക്കും. ഇത് രണ്ടും സീരീസിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി എങ്ങനെയാണ്? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സീരീസ് അല്ലേ? സീരീസ് ആകുമ്പോൾ മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻറ്റു ഇത് എന്ന് വരും. ഇത് നമ്മൾ ബ്രാക്കറ്റൊക്കെ തുറന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്ര? p⁴ മൈനസ് 4p³ + 4p² എന്ന് കിട്ടും. നമ്മൾ p എത്ര? 0ക്കും 1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഇതിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. കോമ്പണൻറ്റ് റിഡൻഡൻസിയാണ് യൂണിറ്റ് റിഡൻഡൻസിയേക്കാളും എപ്പോഴും ബെറ്റർ ആയിട്ട് വരുന്നതെന്ന്.